ഹായ്, വെൽക്കം ടു മജൂസ് ഫുഡ് ടെക്. ഇന്നെന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്വീറ്റും ഡെലീഷ്യസ് ആയിട്ടുള്ള പഴം കട്ട്ലേറ്റാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പീനട്ട്സ് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ കട്ട്ലേറ്റിന് വേണ്ടി 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്യുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ ഗീ ഒഴിക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വാട്ടിയെടുക്കേണ്ടത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. പഴം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയും പഴം ഒക്കെ ഒന്ന് നന്നായി മിക്സ് ആക്കുക. ഈ പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സാധാ കട്ട്ലേറ്റ് ചെയ്യുന്നത് പോലെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് മുട്ട അടിച്ച് വെച്ചതിലേക്ക് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. ഇനി ഓരോന്നും ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാനിൽ ഓയിൽ ചൂടാക്കി അതിലേക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുക്കാം. 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള പഴം കട്ട്ലേറ്റ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.